ഹായ് ഓൾ, ഇന്നൊരു ഈസി ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും സ്നാക്കല്ല, ഒരു വെറൈറ്റി സ്നാക്കാണ്. 2 മുട്ടയും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കുക. തുടർന്ന് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. എന്ന വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാതെ തന്നെ മുഴുവനായി നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ അത് കട്ട് ചെയ്തെടുക്കുന്നത് വേവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം, ഒന്ന് മുങ്ങി നിൽക്കുന്ന അളവിലേക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നിങ്ങൾ എത്ര ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ചേർക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അളവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നമുക്കിതിനെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. 3-4 വിസിൽ വരുന്നവരെ നമുക്കിത് വന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് വെള്ളം ഒന്ന് വാർത്തെടുക്കാം. വെള്ളം വാർത്തെടുത്ത് ഉരുളക്കിഴങ്ങ് നമുക്കിനി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സവാള എടുക്കുന്നുണ്ട്. അത് ചെറിയ പീസസ് ആക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതും ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരല്പം മല്ലിയില കൂടി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് എല്ലാം ഒന്ന് സവാളയും നമ്മുടെ പച്ചമുളകും മല്ലിയില എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിനോടൊപ്പം തന്നെ 2 ബ്രെഡ് പീസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് കൂടി ഒന്ന് നമുക്ക് ചെറു പീസസ് ആക്കി നമ്മുടെ ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ സ്നാക്സിന് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് പരുവാക്കി എടുക്കണം. കൈ യൂസ് ചെയ്ത് കുഴച്ചെടുക്കുന്നതിനേക്കാളും നമുക്കിതുപോലുള്ള എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് എല്ലാം ഒരുപോലെ ഒന്ന് ഇടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു, കൈ യൂസ് ചെയ്യുന്നതിനേക്കാളും. നിങ്ങൾക്ക് എന്താണോ എളുപ്പമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന പോലെ കയ്യിലോട്ട് വേണ്ട അളവിനുള്ള ഉരുളക്കിഴങ്ങെടുത്ത് നമുക്കൊന്ന് ബോൾസ് ആയിട്ട് എടുക്കാം. ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിലോട്ട് നിങ്ങൾക്കിത് മാറ്റിയെടുത്ത് അതുപോലെ എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അവസാനമായി ബ്രെഡ് എടുത്ത് ഒരു ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ ബൗൾസൊക്കെ ഒന്ന് ആ ബ്രെഡിലോട്ടിട്ട് ഒന്ന് എല്ലായിടത്തും പറ്റി വരുന്ന രീതിക്ക് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബൗൾസും നമുക്കൊന്ന് അതിലോട്ടിട്ട് ചുറ്റിച്ചെടുക്കാം. അവസാനമായി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ്. ആ പാൻ ഒന്ന് ചൂടായ ശേഷം അതിലാവശ്യമായ ഓയിലൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം മാത്രമേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അതൊന്ന് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോൾസൊക്കെ ഒന്ന് അധികം ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന രീതിക്ക് ഒന്ന് ചൂടാക്കി ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും. ഈ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ടു മീഡിയത്തിലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് ബ്രെഡിൻ്റെ ആ ഒരു പൊടി ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ടത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമ്മുടെ സ്നാക്സിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം വെന്ത് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം.
എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരല്പനേരം വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്നാക്സ് ഏകദേശം മറ സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, മൊരിച്ചെടുത്തിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഒരല്പം സ്പൈസിയുമാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ ഇതുപോലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ലൈക്കും കമൻറ്റും ഷെയറും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്നത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.